നിങ്ങളുടെ ദാമ്പത്യം തണുത്തറിഞ്ഞ് പാടയൊക്കെ കെട്ടിയ ഒരു കപ്പ് ചായ പോലെ തോന്നാറുണ്ടോ? ഇപ്പോൾ സ്വന്തം ഭർത്താവിനെ നോക്കുമ്പോൾ ഇയാളെയാണോ ഞാൻ കല്യാണം കഴിച്ചത് എന്ന് ചിന്തിക്കാറുണ്ടോ? അയാളുടെ മുഖത്ത് നോക്കി പരസ്പരം തൊടാൻ വെമ്പൽ കൊണ്ടിരുന്ന ആ ഹണിമൂൺ ദിനങ്ങൾ ഓർക്കാറുണ്ടോ? ആ ഒരു കാലത്ത് നിങ്ങളുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടിയാൽ കൊള്ളാമെന്ന് നിങ്ങൾ ഇപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? എന്നാൽ ഡോക്ടർ കെവിൻ ലീമാൻ എഴുതിയ ഹാവ് എ ന്യൂ ഹസ്ബൻഡ് ബൈ ഫ്രൈഡേ എന്ന ബുക്ക് നിങ്ങൾക്കുള്ളതാണ്. പുസ്തകത്തിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും വാങ്ങി വായിക്കണം. കാരണം വെറും ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ റൊമാൻസ് റീസ്റ്റാർട്ട് ചെയ്ത് തരുമെന്നാണ് ഡോക്ടർ ലീമൻ ഈ ബുക്കിലൂടെ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനം. സോ അമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ ഒക്കെ ഭർത്താക്കന്മാരെ, നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ കേട്ടത്. ശരി, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഡോക്ടർ ലീമാൻ പറയുന്നത് ദാമ്പത്യം ഇങ്ങനെ ഒരു വിരസതയിലേക്ക് എത്തുന്നത് തികച്ചും നോർമൽ ആണെന്നാണ്. ഒരിക്കലും തീരാത്ത വീട്ടുജോലികൾ, ചെയ്യാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള നിശബ്ദമായ ഫ്രസ്ട്രേഷൻസ്, ഇതൊക്കെ സർവ്വസാധാരണമാണത്രേ. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ച ആ മനുഷ്യൻ ഇത് എവിടെ പോയി എന്ന് നിങ്ങൾ അത്ഭുതപ്പെട്ടേക്കാം. സ്വാഭാവികം. ഈ ഒരു വിരസതയിൽ നിന്ന് പുറത്തു കടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന പ്രാക്ടിക്കൽ വഴികൾ ഒരുപാടുള്ള പുസ്തകമാണ് ഇത്. ഇനി വേറൊരു കാര്യമുള്ളത്, ഡോക്ടർ ലീമൻ 35 വർഷത്തിലേറെയായി വിവാഹിതനാണ്. പക്ഷേ ഇപ്പോഴും തൻ്റെ ദാമ്പത്യ ജീവിതം അടിപൊളിയാണെന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ പുള്ളി ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയ ഉണ്ടായിരിക്കും അല്ലേ? പുള്ളി ആദ്യം പറയുന്ന പോയിന്റ് തന്നെ പുരുഷന്മാരും സ്ത്രീകളും വ്യത്യസ്തരാണ് എന്നതാണ്. ഒട്ടുമിക്ക സ്ത്രീകളുടെയും വിശ്വാസം അവരുടെ ഭർത്താവ് അവരെ പോലെ തന്നെ ചിന്തിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുമെന്നാണ്. ഈ പ്രതീക്ഷ നിങ്ങളെ നിരാശയിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. ഇതിനർത്ഥം ഒരാൾ മറ്റൊരാളിനെക്കാട്ടി മികച്ചതാണെന്നൊന്നുമല്ല കേട്ടോ, മറിച്ച് വ്യത്യസ്തരാണെന്ന് മാത്രം. സമൂഹവും മാധ്യമങ്ങളും ലൈക്സിനും വ്യൂസിനും ഒക്കെ വേണ്ടി കല്യാണം കഴിഞ്ഞ പുരുഷന്മാരെ കഴിവുകെട്ട വിഡ്ഢികളെ ചിത്രീകരിക്കുന്നതിനെതിരെയും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. കാരണം നിങ്ങൾ അത് വിശ്വസിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ആത്മവിശ്വാസത്തെ തകർക്കാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഇവിടെ ഡോക്ടർ ലീമൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നിങ്ങൾ ഭർത്താവിനോട് സംസാരിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് ഉപയോഗിക്കുന്നത്? ഈ വാക്കുകൾ ആ സാഹചര്യത്തെ സഹായിക്കുന്നതാണോ അതോ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണോ ചെയ്യുന്നത്? ഇതൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് ഇനി മുതൽ അങ്ങോട്ട് കൂടുതൽ നല്ല വാക്കുകളും പോസിറ്റീവായ ശരീരഭാഷയും ഉപയോഗിച്ച് നന്നായി ഭർത്താവിനോട് പ്രതികരിക്കാൻ സ്വയം തയ്യാറെടുക്കുക എന്നതാണ് വേണ്ടത്. ഡോക്ടർ ലീമാൻ പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ ഭർത്താവ് മെച്ചപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം, പക്ഷെ അതിന് അയാൾക്ക് നിങ്ങളുടെ ഗൈഡൻസ് ആവശ്യമാണ്. ബഹുമാനത്തിൽ അധിഷ്ഠിതമായ ഗൈഡൻസ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ കുട്ടിക്കാലം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയായിരുന്നു അയാളും അയാളുടെ മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം? സഹോദരിമാരോടൊപ്പമാണോ അതോ സഹോദരന്മാർ മാത്രമുള്ള വീട്ടിലാണോ അയാൾ വളർന്നത്? അതോ ഒറ്റ മോനായിരുന്നോ? അയാളുടെ പശ്ചാത്തലവും അയാളെ രൂപപ്പെടുത്തിയ അനുഭവങ്ങളും അയാളെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. ഇതൊക്കെ ഒരു തരത്തിലുള്ള മോശം പെരുമാറ്റത്തെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നതല്ല കേട്ടോ, മറിച്ച് അയാളുടെ കമ്മ്യൂണിക്കേഷൻ്റെ സ്റ്റൈല്, സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതി, ഒരുപക്ഷെ എന്തിനാണ് പുള്ളി ആ നനഞ്ഞതോർത്ത് ബെഡിൽ കൊണ്ടിടുന്നത് എന്നതിനെ കുറിച്ച് വരെ ഒരു ഇൻസൈറ്റ് അല്ലെങ്കിൽ ഉൾക്കാഴ്ച തരാൻ വേണ്ടിയിട്ടാണ്. കുട്ടിക്കാലത്ത് രസകരമായ കഥകൾ പരസ്പരം ചോദിച്ചറിയുന്നത് ഒരുപാട് കാര്യങ്ങൾ വെളിപ്പെടുത്തും അത്രേ. ഇതിനോടൊപ്പം അയാൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് അംഗീകാരം നൽകാനും ഡോക്ടർ ലീമൻ നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിമ്പിൾ നല്ല വാക്ക് നിങ്ങളുടെ ഭർത്താവിന് അയാൾ ഒരു സൂപ്പർമാൻ ആയതുപോലെ തോന്നിപ്പിക്കുമത്രേ. ഇതൊക്കെയാണെങ്കിലും ചില സാഹചര്യങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഒരു ഫലവും ആർക്കുമില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഏതെങ്കിലും തരത്തിലുള്ള ശാരീരികമോ ലൈംഗികമായ അബ്യൂസ് അല്ലെങ്കിൽ ഇമോഷണലോ വെർബലോ ആയിട്ടുള്ള അബ്യൂസ് ഇതിലേതെങ്കിലും നിങ്ങൾ ഒരാൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്നിറങ്ങി പോകാനാണ് ഡോക്ടർ ലീമാൻ നമ്മളോട് പറയുന്നത്. കാരണം ഈ സാഹചര്യങ്ങൾ നന്നാവില്ലെന്ന് മാത്രമല്ല ആവർത്തിക്കുകയേ ഉള്ളൂ എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇനി ഡോക്ടർ ലീമാൻ പറയുന്ന വിഷയം ആശയവിനിമയമാണ്, അതായത് കമ്മ്യൂണിക്കേഷൻ. സ്ത്രീകളോട് പുള്ളിക്ക് ഒരു പ്രത്യേക ഉപദേശമുണ്ട്. അതായത് നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണോ ആദ്യം അത് മനസ്സിലൊന്ന് പറഞ്ഞു നോക്കണം, എന്നിട്ട് അത് 10-1 ചുരുക്കിയിട്ട് വേണം നിങ്ങളുടെ ഭർത്താവിനോട് പറയാൻ. ഇതിന് ലീമാൻ്റെ റീസണിങ് എന്തെന്നാൽ പുരുഷന്മാരുടെ അറ്റൻഷൻ സ്പാന് കുറച്ച് കുറവാണ്. അതുപോലെ സ്ത്രീകളാവട്ടെ പലപ്പോഴും കാര്യങ്ങൾ പറയാൻ കൂടുതൽ വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്യാറുണ്ട്. ഓക്കെ, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ അദ്ദേഹം ചില ടിപ്സ് നൽകുന്നുണ്ട്. ഒന്നാമത്, കാര്യങ്ങൾ വ്യക്തവും ഡയറക്റ്റുമായി പറയുക. അല്ലാത്ത സ്വയം മനസ്സിലാക്കട്ടെ എന്ന് കരുതി
ഹിൻസ് കൊടുക്കാൻ നിൽക്കരുത്. ലോകത്ത് ആർക്കും ആരുടെ മനസ്സ് വായിക്കാൻ കഴിവില്ല എന്ന് എപ്പോഴും ഓർക്കുക. പിന്നെ പറഞ്ഞു തീർന്ന അപ്പോൾ തന്നെ ആ ഒരു പ്രതികരണം പ്രതീക്ഷിക്കരുത്. അയാൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് പ്രോസസ്സിംഗ് ടൈം കൊടുക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉത്തരം അറിയാവുന്ന അനാവശ്യ ചോദ്യങ്ങളുണ്ടെങ്കിൽ അത് ചോദിക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ വലിയ വ്യത്യാസം ഉണ്ടാകും. പിന്നെ എന്തുകൊണ്ട് അഥവാ വൈ എന്ന് ചോദിക്കുന്നത് ഒഴിവാക്കുക. അതൊരു അറ്റാക്ക് പോലെ തോന്നിയേക്കാം. പ്രധാനമായി നിങ്ങൾ ഭർത്താവിനോട് എന്തെങ്കിലും ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അയാൾ അത് ചെയ്യുമെന്നങ്ങ് വിശ്വസിക്കുക, അല്ലാതെ നിരന്തരം ഓർമ്മിപ്പിച്ച് വെറുപ്പിക്കരുത്. ഇനി ഈ കാര്യം അയാൾ മറന്നാൽ അയാളെ അതിൻ്റെ ഭവിഷ്യത്തുകൾ അഥവാ കോൺസിക്വൻസസ് നിന്ന് പഠിക്കാൻ വേണ്ടി വിടുക. ഇനി ഡോക്ടർ ലീമാൻ സംസാരിക്കുന്നത് സെക്സിനെ കുറിച്ചാണ്. ഒരു പുരുഷൻ അവൻ സ്നേഹിക്കപ്പെടുന്നു, അവനെ അവൻ്റെ പാർട്ട്ണറിന് ആവശ്യമുണ്ട്, അവൾ അവനെ അംഗീകരിക്കുന്നു എന്നൊക്കെ തോന്നാനുള്ള പ്രധാന മാർഗമാണ് സെക്സ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. സെക്സ് പുരുഷന് വെറും ശാരീരികമായ ഒരു ആക്ടിവിറ്റി മാത്രമല്ല, ഇത് ഇവൻ്റെ പാർട്ട്ണറോടുള്ള കണക്ഷനും അയാൾക്ക് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നു എന്ന തോന്നലും കൂടിയാണ്. ദാമ്പത്യത്തിലെ സന്തോഷത്തിന് സെക്സിനുള്ള പ്രാധാന്യം ഭാര്യമാർ മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഡോക്ടർ ലീമാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിന് മുൻകൈ എടുക്കാനും അദ്ദേഹം സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇനി സ്വയം തങ്ങളെ തന്നെ മനസ്സിലാക്കാനാണ് ലീമാൻ സ്ത്രീകളോട് പറയുന്നത്. നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം, നിങ്ങളുടെ മാതാപിതാക്കളുമായുള്ള ബന്ധം, പ്രത്യേകിച്ച് അച്ഛനുമായുള്ള ബന്ധം എന്നിവ സൂക്ഷ്മമായി ശ്രദ്ധിക്കാൻ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഭർത്താവിനോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളെയും പ്രതികരണങ്ങളെയും രൂപപ്പെടുത്തുന്നതിൽ ഇതിനുള്ള പങ്ക് വളരെ വലുതാണത്രേ. പിന്നെ വേണ്ടത് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ നിങ്ങൾ സ്വയം ഉപയോഗിക്കുന്ന നിങ്ങളുടെ തന്നെ ലോജിക് ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് നിങ്ങളെ ഒരു നല്ല പങ്കാളിയാക്കാൻ സഹായിക്കുമെന്ന് ഡോക്ടർ ലീമാൻ വാദിക്കുന്നു. ദാമ്പത്യത്തിലെ സബ്മിഷൻ അഥവാ കീഴടങ്ങൽ അല്ലെങ്കിൽ വിധേയത്വം എന്ന് പറയുന്ന വാക്കിനെയും അദ്ദേഹം സമീപിക്കുന്നുണ്ട്. ആരോഗ്യകരവും തുല്യവുമായ ഒരു ദാമ്പത്യത്തിൽ പങ്കാളികൾ പരസ്പര ആവശ്യങ്ങൾ നിറവേറ്റാൻ തുറന്ന മനസ്സോടെ തയ്യാറാകുന്നതിനെയാണ് സബ്മിഷൻ എന്ന് ഈ ബുക്ക് പറയുന്നത്. ഡോക്ടർ കെവിൻ ലീമാൻ്റെ ഹാവ് എ ന്യൂ ഹസ്ബൻഡ് ബൈ ഫ്രൈഡേ എന്ന പുസ്തകത്തിൻ്റെ പ്രധാന ആശയം എന്നത് നിങ്ങളുടെ ഭർത്താവിന് ഒരു പുരുഷൻ എന്ന നിലയിൽ അയാൾക്ക് ആവശ്യമുള്ളത് നൽകുന്നതിലൂടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് തിരികെ നൽകാൻ അയാളെ മോട്ടിവേറ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ പറഞ്ഞതിലും വളരെ കൂടുതൽ ടിപ്സും ട്രിക്സും കൂടാതെ 7 ദിവസത്തേക്കുള്ള പ്രത്യേക എക്സസൈസും ഒരുപാട് പ്രാക്ടിക്കൽ അഡ്വൈസസും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് ഈ ബുക്ക്. തൻ്റെ ദാമ്പത്യത്തിലെ റൊമാൻസ് തിരികെ കൊണ്ടുവരാനും ആ ഹണിമൂൺ കാലത്തെ എക്സൈറ്റ്മെൻറ്റ് തിരികെ പിടിക്കാനും ആഗ്രഹിക്കുന്ന ആർക്കും ഈ ബുക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. സോ നിങ്ങൾക്ക് ഈ ബുക്ക് വായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലുമായിട്ട് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടറിവ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക.